നമസ്കാരം. സ്വർണ്ണക്കൊള്ളയും വിഗ്രഹക്കടത്ത് ആരോപണങ്ങളുമൊക്കെയായി നിലനിൽക്കുന്ന ശബരിമല എന്ന പുണ്യസ്ഥലത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്രമക്കേടുകൾ അത് വെറും ഒരു സാമ്പത്തിക തിരിമറി എന്നതിലുപരിയായിട്ട് അതീവ ശക്തമായിട്ടുള്ള ഒരു മാഫിയ സംവിധാനത്തിൻ്റെ പ്രവർത്തനമാണെന്ന് മുൻപ് അവിടെ സേവനമനുഷ്ഠിച്ച ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയുണ്ടായി. സാധാരണ അഴിമതിക്കാരെയോ മാഫിയ സംഘങ്ങളെയോ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ശബരിമലയിലെ നിലവിലെ അവസ്ഥയ്ക്ക് അപര്യാപ്തമാണെന്നും കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയകളെ പോലെ ഭരണകൂട സംവിധാനങ്ങളെയും പോലീസിനെയും ഒരുപോലെ നിശബ്ദമാക്കാനായിട്ട് കെൽപ്പുള്ള വലിയൊരു വിദേശ ബന്ധമുള്ള ശൃംഖലയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസിനെ പോലും വെറും പുല്ലായി കാണുന്ന ഈ സംവിധാനം തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണെന്നും ഇദ്ദേഹം തൻ്റെ ഔദ്യോഗിക അനുഭവത്തിലൂടെ വെളിച്ചത്തിൽ സമർത്ഥിക്കുന്നു. സത്യസന്ധമായിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഭരണകൂടം എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ അനുഭവം. ശബരിമലയിലെ അദൃശ്യമായ ഈ ഒരു മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ച അദ്ദേഹത്തെ മാനസിക നില തെറ്റിയവനായിട്ട് ചിത്രീകരിച്ച് തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനാണ് അധികാരികൾ ശ്രമിച്ചത്. ദേവസ്വം ബോർഡും അതിലെ ജീവനക്കാരുടെ സംഘടനകളും ഒരു വശത്ത് രാജകീയമായിട്ടുള്ള സൗകര്യങ്ങളിലൊക്കെ തന്നെ വിഹരിക്കുമ്പോൾ മറുവശത്ത് ഭക്തരുടെ പണവും ക്ഷേത്ര സമ്പത്തുമൊക്കെ തന്നെ അതിവിദഗ്ധമായിട്ട് കടത്തപ്പെടുകയാണ്. നന്ദൻകോട്ടെ ആഡംബര മന്ദിരങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾ സത്യം പുറം ലോകം അറിയാതിരിക്കാൻ ബോധപൂർവമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിലെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങിയാൽ അത് തങ്ങളുടെ ഔദ്യോഗിക പദവിയെയും പ്രൊമോഷനെയും തന്നെ ബാധിക്കുമെന്ന ഭയം ഉദ്യോഗസ്ഥരെ പിന്നോട്ട് വലിക്കുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികളെ ഭയന്ന് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്താനായിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടയ്ക്ക് രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവയൊന്നും പ്രായോഗികമായിട്ടുള്ള നടപടികളിലേക്ക് നയിക്കുന്നില്ല എന്നത് അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. യോഗേഷ് ഗുപ്തയെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അനുഭവിച്ച ദുരനുഭവങ്ങൾ നിലവിലെ അന്വേഷകർക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ് തമിഴ്നാട്ടിലെ ഡിണ്ടികളിലേക്ക് നീളുന്ന അന്വേഷണം. ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന MS മണി എന്ന വ്യക്തി ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണെന്ന് കരുതപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം ഡിണ്ടികളിൽ എത്തിയപ്പോൾ പ്രാദേശിക പോലീസിൻ്റെ സഹായം ലഭ്യമാകാതിരുന്നത് ഈ ഒരു മാഫിയ സംഘത്തിൻ്റെ അന്തർ സംസ്ഥാന സ്വാധീനം തന്നെ വ്യക്തമാക്കുന്നതാണ്. അതീവ ആത്മവിശ്വാസത്തോടെയും താൻ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പോടെയുമാണ് ഈ പ്രതികൾ പോലീസിനെ നേരിടുന്നത്. ശബരിമലയിലെ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ, അമൂല്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ടോ ദുബായ്, ഇറ്റലി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടതാവാം എന്ന നിഗമനം ശരിയാണെങ്കിൽ ഇത് രാജ്യസുരക്ഷയെ തന്നെ പോലും ബാധിക്കുന്ന ഗൗരവകരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള ഹോട്ടലുകളിൽ വെച്ച് നടന്ന ഗൂഢാലോചനകൾ ഈ അഴിമതിയുടെ ഭീകരത തന്നെ വർദ്ധിപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ ഉന്നതരും കള്ളക്കടത്ത് സംഘങ്ങളും ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരും ആഴ്ചകളോളം അവിടെ താമസിച്ച് ചർച്ചകൾ നടത്തി എന്നത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. പൊതുമുതൽ ഉപയോഗിച്ച് മുറികൾ ബുക്ക് ചെയ്യുകയും ഭരണകൂടത്തിൻ്റെ മൂക്കിന് താഴെ വെച്ച് ശബരിമലയെ കൊള്ളയടിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ചേർന്നതല്ല. പകൽ വെളിച്ചത്തിൽ നടന്ന ഈ ചർച്ചകൾ വെറും ഒരു ബിസിനസ് ഇടപാടല്ല, മറിച്ച് ഭക്തരുടെ വിശ്വാസത്തെയും ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയെയും വിലപേശലിന് വെച്ച് അധോലോക നീക്കങ്ങളായിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലെ അന്വേഷണ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഈ മാഫിയ ബന്ധങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് നിഷ്പക്ഷവും കരുത്തുറ്റതുമായിട്ടുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇവിടെ അനിവാര്യമാണ്. സത്യം പുറത്തു വരുന്നതുവരെയും ഈ മാഫിയയിൽ ഉൾപ്പെട്ട ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് അതുവരെയും അന്വേഷണം തുടരേണ്ടതായിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അന്വേഷണ ഏജൻസികൾ ജനങ്ങളോടും നീതിപീഠത്തോടും മറുപടി പറയാനായിട്ട് ബാധ്യസ്ഥരാണ്. ശബരിമലയിലെ പുണ്യത്തെ ഇരുട്ടിൻ്റെ മറവിൽ വിൽക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തകർക്കാൻ ഇനി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് വേണ്ടത്.